والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واشرح لي الإمام ابن القيم رحمه الله باب المعنى في خير بهدي خير العباد بهدي خير العباد من كتاب العلم صدق الإمام നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അലൈഹിസ്സലാമയുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള മാതൃക എങ്ങനെയാണ് വിശദീകരിക്കുന്ന ചർച്ച ചെയ്യുന്ന കിതാബാണ് ഉദാഹരണമാണ്. കിതാബിന്റെ രീതി അനുസരിച്ച് ആദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ അതിലുള്ള മാതൃക എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദർസിലെല്ലാം നാം സംസാരിക്കുന്ന വിഷയം ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് എത്ര നിർവഹിച്ചു, അതുപോലെ ഉംറ എത്ര നിർവഹിച്ചു, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തത്, പുറപ്പെട്ടത് എന്നീ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. അപ്പോ ഹജ്ജിനുള്ള യാത്ര പുറപ്പെട്ട വിഷയങ്ങളും പറഞ്ഞു. അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ദുൽഖലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുകയും അവിടുന്ന് മുതൽ തൽബിയത്തോടെ ചൊല്ലിക്കൊണ്ട് മക്കയിലേക്ക് യാത്ര പോവുകയുമാണ്. അത്രയുമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വായിച്ചത്. അതിന് തുടർച്ചയായി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വകാന ഹജ്ജുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റഹ്ലിൻ ലാ മഹ്മിലിൻ വസാമിലതുഹു തഹ്തഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി യാത്ര പോയിരുന്നതെല്ലാം പിന്നെ സാധാരണ രീതിയിലുള്ള യാത്രാമുഖമായിട്ടുള്ള ഒട്ടകത്തിന്റെ പുറത്ത് ആയിട്ടാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകമായിക്കൊണ്ട് എന്തെങ്കിലും കൂടാരം കെട്ടുക, ഒട്ടകത്തിന്റെ മേലെ യാത്രയ്ക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകമായിട്ടുള്ള കൂടാരങ്ങളൊക്കെ കെട്ടാറുണ്ട്. പിന്നെ ഹൗദജ് എന്നൊക്കെ സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ, സ്ത്രീകൾ മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ഒട്ടകത്തിന്റെ മുഖത്ത് നിന്നുണ്ടാവും പ്രത്യേകം ഇരിക്കാനുള്ള ഒരു ടെന്റ് പോലത്തെ ചെറുതുണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്തത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. യാത്ര ചരക്കുകൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒട്ടകത്തിന്റെ ഒരു ഭാഗത്തും അതിന്റെ മേലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അല്ലാഹുവിന്റെ മുമ്പില് നമ്മുടെ ദില്ലത്ത് തെളിയിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ താഴ്വ് തെളിയിക്കുന്ന, അതുകൊണ്ടാണ് വസ്ത്രം, ഇഹ്റാമിന്റെ വസ്ത്രം, അതുപോലെ തന്നെ മുടി നീക്കം ചെയ്യുന്നതൊക്കെ എന്താണ് അല്ലാഹുവിന് വേണ്ടി താഴ്മ കാണിക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അലങ്കരിച്ച രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒട്ടകപ്പുറത്തായിരുന്നു യാത്ര. وقد اختلف في جواز ركوب المحرم في المحمل والعمالية ونحوهما. ഈ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള ചർച്ചയുള്ള ഒരു വിഷയമാണ്. ഉംറയ്ക്കും ഹജ്ജിനുമെല്ലാം ഇഹ്റാമിലായിക്കൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തി ഇതുപോലെയുള്ള പിന്നെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കൂടാരത്തിലൊക്കെ അതുപോലെ കെട്ടിയിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട് എന്ന് പറയാം. وخيرهم صلى الله عليه وسلم عند الإحرام بين الأنساك الثلاثة. അപ്പോൾ ഹജ്ജിന് വേണ്ടി ദുൽഖുലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ടായ സഹാബികൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. 3 രീതിയിലാണ് ഹജ്ജ് നമ്മളൊന്ന് പറഞ്ഞു. ഒന്ന് തമത്തുആയിട്ട്, ഏറ്റവും അഫ്ളൽ അതാണ് എന്നാണ് അധികമണ്ഡലന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലാകും. എന്നിട്ട് പിന്നെ മക്കയിൽ തന്നെ താമസിച്ച് ദുൽഹിജ്ജത്തിന് വീണ്ടും ഹജ്ജിന് വേണ്ടി അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന രീതി. അതാണ് പൊതുവെ നമ്മുടെ നാടുകളൊക്കെ ചെയ്യുന്ന രീതി. രണ്ടാമത്തെ എന്താണ് അൽ ഖിറാൻ. ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ച് ഇഹ്റാമിൽ കയറിക്കൊണ്ട് ഉംറ നിർവഹിക്കും, ഇഹ്റാമിലായിട്ട് തന്നെ തുടരും, പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കും, ഇഹ്റാമിൽ തഹല്ലുലാവില്ല. മൂന്നാമത്തെ രീതി അൽ ഇഫ്റാദ്. ഹജ്ജ് മാത്രം, ഉംറ ഭാഗം നിർവഹിക്കില്ല, ഹജ്ജിന് വേണ്ടി മാത്രം ചെയ്യുന്ന രീതി. അപ്പോ ഇങ്ങനെയുള്ള 3 രീതികളുണ്ട്. അപ്പൊ ഈ 3 രീതിയിൽ ഏത് രീതിയിൽ വേണം ഹജ്ജ് ചെയ്യാൻ എന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവസരം ആർക്ക് കൊടുത്തു? ഷാഫിക്ക് കൊടുത്തു. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ 3-ൽ-1 തെരഞ്ഞെടുക്കാൻ കൊടുത്തു. ثم نذرهم عند بلوغهم من مكة إلى فصل الحج
والقران الى العمره لمن لم يكن معه هدي. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അടുത്തപ്പോൾ, യാത്രയിൽ മക്കയിലോട് അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഖിറാനിന് വേണ്ടി ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഇഹ്റാം എന്തിനാക്കി മാറ്റുക, അവരുടെ നീയത്താക്കി മാറ്റുക, ഉംറയിലാക്കി മാറ്റുക. ഖിറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉംറയും ഹജ്ജും ഒരുമിച്ച് നിർവഹിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുള്ള ആളുകൾ, നീയത്ത് വെച്ചിട്ടുള്ള ആളുകൾ അതെന്ത് ചെയ്താൽ മതി, ഖിറാൻ ചെയ്യേണ്ട, തമത്തു ചെയ്താൽ മതി. ആദ്യം ഉംറ ചെയ്തിട്ട് തഹ്ലീലാകാൻ വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നീയത്തിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ലിമൻ ലം യകുൻ മഅഹു ഹദിയുൻ, ഒപ്പം അറവ് മൃഗത്തെ കൊണ്ടുവരാത്ത ആളുകൾ. അതായത് ഇപ്പോ മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് നമുക്കൊന്നും പറഞ്ഞില്ല. കാരണം ഇപ്പൊ ഇതിനൊന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് മാത്രം ചെയ്യുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ല. പക്ഷെ ആ കാര്യം പറയുമ്പോ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നാട്ടിൽ പോകുന്ന ആളുകൾ മദീനത്ത് പോകുമ്പോ അറക്കാൻ വേണ്ടി 100ഓളം ഒട്ടകത്തെ ആര് കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അറവുമൃഗത്തെ ഒപ്പം കൊണ്ടുപോകുന്ന ആളുകൾക്ക് എന്നെ നിർവഹിക്കാൻ പറ്റുള്ളൂ, ഖിറാൻ മാത്രമേ നിർവഹിക്കാൻ പറ്റുള്ളൂ. തമത്തുവാണ് ഉണ്ടെങ്കിൽ കൂടി ഒപ്പം അറവുമൃഗത്തെ ഒരാൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്നെ നിർവഹിക്കാൻ പറ്റുള്ളൂ, ഖിറാനെ പറ്റുള്ളൂ. അതല്ലാത്ത ആളുകൾക്ക് നിർവഹിക്കാം, തമത്തു ചെയ്യാം. തമത്തുവാണ് അഫ്ദൽ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാനാണ് ചെയ്തത്. കാരണം എന്താണ്, അറവുമൃഗത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ കൊണ്ടുപോകാത്ത ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ആദ്യം തെരഞ്ഞെടുത്ത അവസരം കൊടുത്തു. മക്കയിലേക്ക് അടുത്തപ്പോൾ അവരോട് പറഞ്ഞു, ഇനി ആ നിയത്ത് ഫസ്റ്റ് ചെയ്തിട്ട് അത് ഒഴിവാക്കിയിട്ട് ഉംറയ്ക്ക് വേണ്ടി നിയത്താക്കിയാൽ മതി, തമത്തു ചെയ്തോളി എന്ന് അവരോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറച്ച് എഴുത്ത് വരുന്നുണ്ട്. അങ്ങനെ മറുവയുടെ ഭാഗത്തെത്തിയപ്പോൾ ഹറമിലേക്ക് പ്രവേശിച്ചത് ആ വഴിയിലൂടെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊന്ന് ശക്തമായി ഉറപ്പിച്ചു പറഞ്ഞു, ചെയ്താൽ മതി, ഉംറ ചെയ്താൽ മതി, എന്നിട്ട് തഹ്ലീലായിട്ട് പിന്നെ ഹജ്ജിന് വേണ്ടി കിട്ടിയാൽ മതി എന്നൊക്കെ ഉറപ്പിച്ച് പറയുകയുണ്ടായി. തമത്തുആണ് അഫ്ദൽ എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കാറുള്ളത്. വിശേഷം ചെറാനാണ് ചെയ്തത്. കാരണം ആ ഉമ്മത്തെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തമത്തു ചെയ്യാത്തത്. ബാക്കിയുള്ളവരോട് കൊണ്ടുവരാത്തവരോട് തമത്തു ചെയ്താൽ മതി എന്ന് ഉറപ്പിച്ച് പറയുകയുണ്ടായി. ഇനി ആ ഹജ്ജിന്റെ യാത്രയിലുണ്ടായ ചില സംഭവങ്ങൾ അതുമായി സൂചിപ്പിച്ച് പറയുകയാണ്. وولدت أسماء بنت عميس رضي الله عنها محمد بن أبي بكر رضي الله عنهما. أبو بكر الصديق رضي الله عنه പത്നിയായിട്ടുള്ള അസ്മാ ബിൻത് ഉമൈസ് ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച ദുൽഹുലൈഫയിൽ വെച്ചിട്ടുണ്ടായി അവര് പ്രസവിച്ചു. മകൻ മുഹമ്മദ് മകൻ. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറഹ അൻ തഗ്തസില, അവരോട് കുറിച്ച് വൃത്തിയാകാൻ പറഞ്ഞു. അവരുടെ വസ്ത്രം കൊണ്ടെല്ലാം അവരുടെ ഉദ്ദേശാർത്ഥങ്ങളെല്ലാം രക്തം ഒന്നും മാറിയിരിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി വൃത്തിയിൽ വെക്കാൻ പറഞ്ഞു. അവരോട് ഇഹ്റാമിൽ പ്രവേശിക്കാനും പറയുകയുണ്ടായി. ഈ ഒരു സംഭവം ഒരുപാട് മസലകളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ദലീലായിരിക്കുന്നതാണ്. ചുരുങ്ങിയ രീതിയിൽ നമ്മൾ പറയുന്നത് ഈ ഒരു സംഭവത്തിൽ കിട്ടുന്ന തെളിവുകളാണ്. ഒന്ന്, ഇഹ്റാമിൽ ഒരാൾക്ക് കുളിക്കാം എന്നുള്ളത്. കാരണം എന്താണ്, അവരോട് കുളിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ മസല കിട്ടുന്നത് ഹൈവുള്ളവർക്ക് കുളിക്കാം എന്നുള്ളത്. കാരണം നിവാസ് വർധന ഹൈവിന്റെ വിധി വരിക. മൂന്ന്, ഹൈവുള്ള ഒരു സ്ത്രീക്കും എന്ത് പ്രവേശിക്കാം, ഇഹ്റാമിൽ പ്രവേശിക്കാം. ഇഹ്റാമിൽ പ്രവേശിക്കാൻ എന്താ ആവശ്യമില്ല, ശുദ്ധി ആയിരിക്കണം എന്നുള്ള നിബന്ധനയില്ല. ഇഹ്റാമിൽ ഹൈവുള്ള സ്ത്രീക്കും ഇഹ്റാമിൽ പ്രവേശിക്കാം. ഈ മസലകൾക്കൊക്കെ തെളിവായിട്ട് ഈ സംഭവം എടുക്കാറുണ്ട്. ഇതിന്റെ കൂടുതൽ ശുദ്ധിയായ വശങ്ങൾ ഉസ്താദന്മാരെടുത്തിട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട ദർശകൾ കേട്ട് മനസ്സിലാക്കുക. ثم سار رسول الله صلى الله عليه وسلم وهو يلبي بتلبيته المذكورة. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോവാണ്. മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ മക്ക ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ തൽബിയത്ത് നേരത്തെ പറഞ്ഞപ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്ത് പറയുന്നുണ്ട്. വന്നാസ് മഅഹു, ഒപ്പം ജനങ്ങൾ പറയുന്നുണ്ട്. യസീറൂന ഫീഹാ വയൻഖുസൂൻ, ചിലർ അതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ചിലർ അത്രമാത്രം പറഞ്ഞു, കുറച്ച് മാത്രം പറഞ്ഞു നിർത്തുന്നുണ്ട്. വഹുയുഹും അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് തൽബിയത്തിൽ പൊതുവെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൽ നിഅമത
ശരിക്കൽ എന്നുള്ളതാണല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം വന്നിട്ടുള്ള ചില റിവായത്തിൽ ഇത്ര കൂടിയുണ്ട്. ലബ്ബൈക ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക ലബ്ബൈക വറഗ്ബാബു ഇലൈക വൽ അമൽ എന്നുള്ള വാക്കുകൊണ്ടും തൽബിയത്ത് പറഞ്ഞതായിട്ടുണ്ട്. അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. തൽബിയത്തിനോടൊപ്പം ഇതിന് കൂടുതൽ വാക്കുകളൊന്നും പറഞ്ഞിട്ടുണ്ട്. فلما كانوا بالروحاء رأى حمار وحش عقيرا അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്ക ലക്ഷ്യമാക്കിക്കൊണ്ട് മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഇമാം കെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിൽ വെച്ച് മുറിവേറ്റിട്ടുള്ള അല്ലെങ്കിൽ അമ്പ് പോലെ തറച്ചിട്ടുള്ള ഒരു കഴുതയെ കാട്ടുകഴുതയെ കാണുകയുണ്ടായി. പക്ഷിയായിട്ടുള്ള കഴുതയെ കാണുകയുണ്ടായി. കാട്ടുകഴുതയുടെ വംശം എന്താണ്? ഹലാലാണ്. എന്നാൽ അഹരിയായിട്ടുള്ള നാട്ടിൽ ജീവിക്കുന്ന കഴുതകളുടെ ഹറാമാണ് ഇസ്ലാം. അപ്പൊ അവിടെ അങ്ങനെ അമ്പേറ്റിട്ടുള്ള രീതിയിലുള്ള അത് വേട്ടയാടിയ രീതിയിൽ കണ്ട ഒരു കഴുതയെ കാണുകയുണ്ടായി. കണ്ടപ്പോ ഒപ്പുണ്ടായ സഹാബികളോട് പറഞ്ഞു അതിനെ പിടിക്കണ്ട, കാരണം പിന്നെ വേട്ടയാടപ്പെട്ടാണ് വിളിച്ചണ്ട. യൂഷിഫ് വയ്യെത്തിയ സാഹിബു അതിന്റെ ആള് ഇപ്പൊ തന്നെ എത്തും. ആരാണോ വേട്ടയാടിയത് അവരെന്റെ ഇപ്പൊ തന്നെ എത്തും. അവിടെ നമ്മൾ പോയിട്ട് എടുക്കേണ്ടെന്ന് പറഞ്ഞു. പ്രജാന സാഹിബു അപ്പൊ തന്നെ ആര് വന്നു? ഈ അതിനെ വേട്ടയാടിയ ആള് വന്നു. അപ്പോ സഹാബികളൊക്കെ കണ്ടപ്പോ ആ വ്യക്തി പറഞ്ഞു ശരി എന്താ ചെയ്ത് ചെയ്യാം, നിങ്ങൾ എടുത്തോളി, എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. فأمر رسول الله صلى الله عليه وسلم أبا بكر فخاصمه بين النفاق. على النبي صلى الله عليه وسلم أبو بكر الصديق رضي الله عنه പറഞ്ഞു അതിനെ എന്ത് ചെയ്തോളാൻ പറഞ്ഞു, അതിനെ ആളുകൾക്ക് വീഴ്ച കൊടുത്തോളാൻ പറഞ്ഞു. ആ മൃഗത്തെ അതിന്റെ വംശം കഴിക്കാൻ വേണ്ടി കൊടുത്തോളാൻ പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്തിനുള്ള തെളിവെടുത്തു? വേട്ടയാടിയ മൃഗത്തിന്റെ മാംസം ഒരു ഇഹ്റാമിലുള്ള വ്യക്തിക്ക് കഴിക്കാം എന്നുള്ള തെളിവ് ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് ഇഹ്റാമിലായിട്ട് ചെയ്യാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. ഇഹ്റാമിൽ മൻകൂറായിട്ട് ഹറാമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വേറെ ഒരാൾ വേട്ടയാടിയ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതില്ല, തെറ്റില്ല എന്ന് ഇതിൽ നിന്ന് ഈ സംഭവത്തിൽ തെളിവെടുക്കുന്നുണ്ട്. ഇതാരം ഒരു ഷർത്തുണ്ട്, രണ്ട് ഷർത്തുകളുണ്ട്. ഒന്നാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഹ്റാമിലുള്ള ആൾക്ക് വേണ്ടി വേട്ടയാടിയതാക്കാൻ പാടില്ല. അതായത് ഒരാൾ ഇഹ്റാമിലാണ്, അയാൾ ജോലിക്കാരനെ വിളിച്ചിട്ട് അയാൾ ജോലിക്കാരനല്ല, ഇഹ്റാമിലല്ല, ജോലിക്കാരനെന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് വേട്ടയാടി പിന്നെ അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഭക്ഷിക്കാൻ പറ്റൂല. അതല്ലാതെ വേറെ ആരെങ്കിലും അയാളുടെ ആവശ്യത്തിന് വേട്ടയാടിയിട്ട് മറ്റോ പാകം ചെയ്തിട്ട് ഇഹ്റാമിലുള്ള ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ എന്താണ്, അത് ഭക്ഷിക്കാവുന്നതാണ്. ഇഹ്റാമിലുള്ള ഒരാൾ വേട്ടയാടിയാൽ അത് ശവം പോലെ ഹറാമായിട്ടുള്ള ഭക്ഷിക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ തെളിവൊക്കെ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ എടുത്തിട്ടുള്ളത്. അതായത് ആ വേട്ടയാടുന്ന മൃഗത്തെ വേട്ടയാടപ്പെട്ടതാണ് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഷർത്തുകൾ പറഞ്ഞല്ലോ, ഒന്ന് അയാൾ വേട്ടയാടാൻ പാടില്ല എന്നുള്ളത്, പിന്നെ രണ്ട് നിബന്ധനകളാണുള്ളത്. ഒന്ന് എപ്പോഴും സാഹചര്യമായ രണ്ട് നിബന്ധന, ഒരു ഇഹ്റാമിലുള്ള ഒരാൾക്ക് ഈ മാംസം ഭക്ഷിക്കാൻ രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, ആ വേട്ടയാടിയവൻ ഇഹ്റാമിലുള്ള ആകാൻ പാടില്ല. രണ്ട്, അവന് വേണ്ടി വേട്ടയാടിയതാകാൻ പാടില്ല. ഈ രണ്ട് നിബന്ധന എല്ലാവർക്കൊക്കെ ഭക്ഷിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ثم مضى صلى الله عليه وسلم حتى إذا كان بين الرويثة والعرج. അങ്ങനെ മക്കയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ റുവൈസത്തിന്റെയും അർജിന്റെയും ഓരോ സ്ഥലങ്ങളാണ്. അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അവിടെ ഒരു മാന് എന്തുണ്ട്, അമ്പ് കൊണ്ട അവസ്ഥയിലായിക്കൊണ്ട് അമ്പ് ശരീരത്തിൽ തറച്ചിട്ടുള്ള അവസ്ഥയിലൂടെ വീട് നടത്തുന്നുണ്ട്. ഒരു മാന് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കാൻ പറഞ്ഞു. ഈ ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ പോയി തീരുന്നവരെ അവിടെ നിൽക്കണമെന്ന് ഒരാളോട് കൽപ്പിച്ചു. ഒരാൾക്കും അതിനെ സംശയം തോന്നാത്ത രീതിയിൽ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം പറയുന്നത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുതനെ ഞാൻ പറഞ്ഞു, ഭക്ഷിച്ചോളാൻ പറഞ്ഞു. മാനിനെ ഭക്ഷിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഒരാളോട് നിൽക്കാൻ പറഞ്ഞത്. ഇത് തമ്മിൽ രണ്ടുള്ള വ്യത്യാസം പറയുന്നത്, കഴുതയുടെ വിഷയം എന്താണ്, ആ വേട്ടയാടിയ ആൾ നൽകിയതാണ്. രണ്ടാമത്തെ ഈ മാനിനെ ആരാണ് വേട്ടയാടിയതെന്ന് അവിടെ വ്യക്തമായിട്ടില്ല. ഇഹ്റാമിലുള്ള ആരെങ്കിലും ആണത് വേട്ടയാടിയിട്ടുള്ളത് എങ്കിൽ അതെന്താവും, ഹറാം
സിമാരത്തുഹു വസിമാരത്തു അബീ ബക്കർ വാഹിദതൻ. അവർ ഹജ്ജിന് പോകണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങളും കൂടി ഒരുമിച്ചിട്ട് ഒരു ഒട്ടകം പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടകവും ഒരു പുരത്തിന് പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഒട്ടകത്തിന്റെ മേലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ രണ്ടുപേരുടെ ചരിത്രം മാത്രമൊക്കെ ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ ആ ഒട്ടകത്തിനെ ധരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു അടിമച്ചക്കനായിരുന്നു. ഒരു അടിമയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒട്ടകത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെ ചരക്ക് കൂടിയിട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ഈ സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ഥലത്തെത്തിയപ്പോ ആ അടിമ ചെക്കൻ മാത്രമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്കും വന്നു. ഒപ്പത്തില്ല, ഒട്ടകമില്ല. ഒട്ടകം ആ വ്യക്തിയോടൊപ്പമില്ല, ഇവ മാത്രമായി തോന്നി. അപ്പൊ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എവിടെ നിന്റെ ഒട്ടകം എവിടെ, എവിടെ ഒട്ടകം ചോദിച്ചു. ചരക്കോടുണ്ട്, പക്ഷെ ഒട്ടകത്തിനെ കാണാനല്ലോ, ഒട്ടകം എവിടെ ചോദിച്ചു. അപ്പൊ ഈ അടിമ പറഞ്ഞു, ഇന്നലെ രാത്രി അത് പോയി, അത് കാണാനില്ല, അത് വഴിക്ക് പോയിട്ടുണ്ട് പറഞ്ഞു. അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് ദേഷ്യം പറഞ്ഞു, ആകെ ഒരെണ്ണുള്ളൂ, അതിന് നീ പാഴാക്കിട്ട് വന്നിട്ടാണോ, അതിന് നീ കളഞ്ഞിട്ട് വന്നിട്ടാണോ? അതായത് രണ്ടുപേരുടെ കൂടി ചേർക്കേണ്ട ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ദേഷ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആ അടിമച്ചക്കനെ അടിക്കാൻ തുടങ്ങി. ചെയ്തല്ലോ പറഞ്ഞിട്ട് അടിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, ഈ ഹറാമിലുള്ള ആളുകൾക്ക് നോക്കി വെക്കാൻ എന്താ ചെയ്യുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാണിച്ചിട്ട് ഇയാൾ ചെയ്യുന്ന നിലക്ക് ഇതെന്താ ചെയ്യുന്നത് നോക്കി വെക്കുക. കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയുകയുണ്ടായി. ثم مضى رسول الله صلى الله عليه وسلم حتى إذا كان بالأبواء. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടർന്നു. അബ്വാ എന്നുള്ള പ്രദേശത്തെത്തിയപ്പോൾ ഹദിയയായിക്കൊണ്ട് വഹ്ശിയായിട്ടുള്ള, അയാൾ വേട്ടയാടിയിട്ടുള്ള വഹ്ശിയായ കഴുതയുടെ ഒരു നല്ല മാംസം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയയായിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. പറഞ്ഞു, ഇന്നാ ലം നറുദ്ദഹു അലൈക ഇല്ലാ അന ഹുറുമുൻ അന്നാ ഹുറുമുൻ. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ ഇഹ്റാമിലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസം സ്വീകരിക്കാതിരുന്നത്? കാരണം മക്കൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കാൻ ചെയ്തിട്ടുള്ളത്, അതിനെ വേട്ടയാടിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ വേട്ടയാടിയിട്ടുള്ളത്, അതായത് ഇഹ്റാമിലെ ഒരാൾക്ക് അയാളുടെ ആവശ്യത്തിന് വേണ്ടി വേട്ടയാടുന്നത് എന്നല്ല, അയാൾക്ക് ഭക്ഷിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പൊ ആ നിലത്തായതുകൊണ്ട് സംശയമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? അതിനെ ഒഴിവാക്കിയത് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. നേരത്തെ മാനിനെയും ഒഴിവാക്കിയത് കൊണ്ടാണ്, മാനിന്റെ മാംസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയത് ഇതുപോലുള്ള സംശയത്തിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വരുമാനത്തിൽ, നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വരുമാനത്തിലും ഭക്ഷണത്തിലും എല്ലാം ഹറാമെന്തായാലും കയറാൻ പാടില്ല, അതിന് സംശയമില്ല. പക്ഷേ നമ്മൾ അറിയാതെ കേൾക്കുന്ന ഒരു കാര്യമാണെന്ത്? ശുഭത്തുള്ള സംശയമുള്ള കാര്യങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നമുക്കറിയാം, അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാൽ എന്താണെന്ന് നന്നായിട്ട് അറിയാം, ഹറാം എന്താണെന്ന് സംശയമില്ലാത്തറിയാം. മദ്യം ഹറാമാണെന്നറിയാം, പന്നി മാംസവും അതുപോലെ തന്നെ നായ, അതുപോലെയുള്ള പാമ്പ്, അങ്ങനെയുള്ള ചെറിയ ജീവികൾ, അതിന്റെ മാംസം ഹറാമാണെന്നറിയാം. ഹലാലായതെന്താണ് നമുക്കറിയാം, സംശയമൊന്നുമില്ല. അതുപോലെയാണ് അതിനിടയിൽ സംശയമുള്ള ചില കാര്യങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് വരുമാനത്തിന്റെ വിഷയത്തിലൊക്കെ. ഇന്ന വരുമാനം ഹലാലാവോ, ഇന്നത് ഹറാമാവോ, അങ്ങനെ സംശയമുള്ള കാര്യങ്ങളുണ്ടാവും. അധികം ആൾക്കാർക്ക് അറിയില്ല. ആരെങ്കിലും ആ ശുഭത്തിനെ സൂക്ഷിച്ചാൽ അവൻ അവന്റെ ദീനിനെയും അഭിമാനത്തെയും കാത്തു സംരക്ഷിച്ചു എന്ന്. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ വരുമാനത്തിലും ഭക്ഷണത്തിലും ശുഭത്ത് നിറഞ്ഞ, മുഷ്തബിഹാത്തായ, സംശയം നിറഞ്ഞ കാര്യമുണ്ടോ, ഹലാലാമോ സംശയമുള്ളതുണ്ടോ എന്നുള്ളത് അതിന് മനസ്സിലാക്കാൻ എന്താ വഴി പറഞ്ഞിട്ടുള്ളത്? മൊത്തത്തിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴി എന്താണെന്ന് അറിയാം.
കൽബിന് ചൊറിച്ചിലുണ്ടാകുന്ന കാര്യം ചെയ്യുക, ഒഴിവാക്കുക. ഒരു വരുമാനം ഭയങ്കര സംശയം ഹലാലാവോ ഹറാമാവോ അത് നേടുന്നതോട് നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ താല്പര്യം, എന്താ ചെയ്യുന്നത്? ഒഴിവാക്കുക. ഇങ്ങനെ സംശയമുള്ള കാര്യത്തിലുള്ള പരിഹാരമായിട്ട് വ്യത്യാസം പറഞ്ഞ കാര്യമാണ് നിന്റെ കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം എന്താണോ അത് നീ ഒഴിവാക്കുക. ആ മാംസം കൊണ്ടുവന്നത് തിരിച്ച് മടക്കുകയുണ്ടായി. കാരണം അത് ഇഹ്റാമിലുള്ള നിസ്സലക്ക് മാത്രമായി വേട്ടയാടി കൊണ്ടുവന്നതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെറുതാഴ്ച മുന്നോട്ടും യാത്രയായി മക്കയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉസ്മാൻ എന്നുള്ളൊരു താഴ്വരയുണ്ട്. ആ താഴ്വര എത്തിയപ്പോൾ ചോദിച്ചു, അബൂബക്കറിനോട് ചോദിച്ചു, ഇത് ഏതാ ഈ താഴ്വര ചോദിച്ചു, ഈ താഴ്വരയുടെ പേരെന്താ ചോദിച്ചു. അബൂബക്കർ പ്രത്യേകം ചോദിക്കാനുള്ള കാരണം എന്താ? തൊട്ട് മുമ്പത്തെ വർഷം ആര് ഹജ്ജിന് പോയതാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹജ്ജിന് പോയിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വർഷം. അതിന് ശേഷമാണ് പോകുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, ഏതാ ഈ താഴ്വര ചോദിച്ചു. പറഞ്ഞു വാദി ഉസ്മാൻ, ഉസ്മാൻ എന്നുള്ള താഴ്വരയാണെന്ന് പറഞ്ഞു. പറഞ്ഞു ലഖദ് മർറ ബിഹി ഹൂദുൻ വസ്വാലിഹുൻ, ഈ വഴിയിലൂടെ ഹൂദ് നബി അലൈഹിസ്സലാമും സ്വാലിഹ് നബി അലൈഹിസ്സലാമും കടന്നു പോയിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാം ആരാണ്? ആദ് സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട നബിയാണ്. അതുപോലെ സമൂഹ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ടതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. അവർ ഇതിലൂടെ കടന്നു പോവുകയുണ്ടായിട്ടുണ്ട്. അലാ ബക്രൈനി അഹ്മരൈൻ, അവർ പോയിട്ടുള്ളത് ഒട്ടകങ്ങളിൽ, ചുവന്ന ഒട്ടകങ്ങൾ എന്നറിയപ്പെടുന്ന വളരെ മുന്തിയ ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളുടെ നേരെയാണ് അവർ പോയിട്ടുള്ളത്. അവരുടെ ഒട്ടകത്തിന്റെ കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു വസ്തു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അവരുടെ വസ്ത്രം, മേൽ വസ്ത്രം അഥവാ നീളത്തിൽ നിൽക്കുന്ന അതുപോലുള്ള വസ്ത്രമായിരുന്നു. അവരുടെ താഴ്ഭാഗം തലക്കെട്ടിന് താഴെ നിൽക്കുന്ന വസ്ത്രം വരയുള്ളതായിട്ടുള്ള ഒരു തരത്തിലുള്ള വസ്ത്രമായിരുന്നു. അവർ തൽബിയത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള ഭവനം, അതാണ് കഅബ. ആ കഅബയെ അവർ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വഴിയിലൂടെ അവർ പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിനെ അറിയിക്കുന്നുണ്ട്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അറിയണമെങ്കിൽ വഴിയുടെ അടിസ്ഥാനത്തിൽ അറിയുള്ളൂ. രണ്ട്, ഹജ്ജ് എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഓരോ നബിമാരും അതുപോലെ തന്നെ റസൂലുകളും ആളുകളും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ശേഷം മാത്രം പഠിപ്പിക്കപ്പെട്ട കാര്യമില്ല ഹജ്ജ് എന്നുള്ളത്. മുമ്പുള്ള നബിമാർ നിർവഹിച്ചിട്ടുണ്ട്, അതുപോലെ ആളുകൾ നിർവഹിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ വർഷവും ഹജ്ജ് നിർവഹിക്കാറുണ്ട്. അവർക്ക് ഹജ്ജ് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൂടി ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അപ്പൊ നബിമാരുടെ മൊത്തം, കാരണം ജനങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള സന്താന പരമ്പരയുള്ള ആളുകൾക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഇബാദത്തായിരുന്നു ഹജ്ജ് നിർവഹിക്കുക, അഥവാ കഅബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത്. പിന്നെ യാത്രയിലുണ്ടായ ചില സംഭവങ്ങൾ ഇതിൽ തുടർന്ന് പറയുകയാണ്. മക്കയോട് അടുത്തുള്ള പ്രദേശമാണ് സെരീഫ് എന്നത്. ആ പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹൈബറിയായി സംഭവിച്ചു. സഹാബികളോട് സെരീഫ് എന്നുള്ള മക്കയോട് അടുത്തുള്ള പ്രദേശത്തെത്തിയപ്പോൾ പറയുകയുണ്ടായി, ആരാണോ അറവ് മൃഗത്തെ ഒപ്പം കൊണ്ടുവരാത്തത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണോ അറവ് മൃഗത്തെ ഒപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത ആളുകൾ അവരുടെ നിയ്യത്തിനെ ഉംറക്കാക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒപ്പം അറവ് മൃഗത്തെ കൊണ്ടുവന്ന ആളുകൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നും പറയുകയുണ്ടായി. മൂന്നാമത്തെ പറഞ്ഞല്ലോ. അതപ്പോ ഈ സെരീഫ് എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് മൂന്നാമത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇഹ്റാമിൽ കയറുന്ന സമയത്ത് ഓപ്ഷൻ കൊടുത്തു. മൂന്നിൽ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കൊള്ളുന്ന ഓപ്ഷൻ കൊടുത്തു. മക്കയിൽ അടുത്ത് സെയ്ഫ് എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, തമത്തുആയി ചെയ്യാൻ പറഞ്ഞു, അറവ് മൃഗത്തെ കൊണ്ടുവരാത്ത ആളുകളോട്. പിന്നെ മർവയുടെ അടുത്തേക്ക് ഹറമിലേക്ക് മസ്ജിദ് ഹറമിലേക്ക് പ്രവേശിക്കുന്ന സമയപ്പോ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയുണ്ടായി. മീഖാത്തിൽ വെച്ച് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ട് അടുത്ത തവണ ഈ സമയത്താണ് ഇത് പറഞ്ഞത്,
ചെയ്യുക, ഉംറ ചെയ്താൽ മതി എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. فلما كان بمكة അങ്ങനെ മക്കയിലെത്തിയപ്പോൾ നിർബന്ധമായ നിലയ്ക്ക് ഒരു കൽപ്പന കൽപ്പിച്ചു. ഒപ്പം അറവ് മൃഗത്തെ ഇല്ലാത്ത കൊണ്ടുവരാത്ത ആളുകൾ അവർ ഉംറ നിർവഹിച്ചാൽ മതി എന്ന് കൂടി ഉറപ്പിച്ച് പറയുകയുണ്ടായി. അപ്പോ തമത്തുആണ് അഫ്ളൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അവർ ഉംറയ്ക്ക് ശേഷം ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവട്ടെ. അറവുമൃഗത്തെ ഒപ്പം കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ അവർ ഇഹ്റാമിൽ തന്നെ തുടരട്ടെ, അഥവാ ഖിറാനായിട്ട് അവർ ഹജ്ജ് നിർവഹിക്കട്ടെ. ഈ ഒരു അവസ്ഥ, ഈ ഒരു അവസരം നഷ്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ പറയാം. വേറൊരു മസലയാണ്. പിന്നെ ഏതാണ് ഏതാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ ചർച്ച. بل سأله سراقة بن مالك عن هذه العمرة التي أمرهم بالفصل إليها هل هي لعامهم ذلك من الأبد. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മാത്രമാണോ, അതെല്ലാം മൊത്തത്തിൽ മുസ്ലിമുകൾക്കും അവസാനം വരുന്നതാണോ എന്നുള്ളത്. അപ്പൊ സുറാഖത്ത് ബിൻ മാലിക് എന്നുള്ള സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടായി, ഇങ്ങനെ ഉംറ ചെയ്യുക എന്നുള്ളത് ഈ സഹാബികൾക്ക് മാത്രമാണോ, ലോകാവസാനം വരെ എല്ലാവർക്കും ഉള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നേക്കുമായിട്ടുള്ള നിയമമാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹജ്ജിന്റെ മസ്അലകളിൽ ഫിഖിന്റെ ചർച്ചകളിൽ വിശാലമായിട്ടുള്ള മേഖലയാണ്. ഓർമ്മ ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ശരിക്കുള്ള കിതാബിൽ ജാദുൽ മഅദിന്റെ ഒരു ജുസ്ഇന്റെ 3/4 ഭാഗവും ഹജ്ജുമായിട്ടുള്ള ചർച്ചയാണ്. ഒരു ജുസ്ഇന്റെ 5 ജുസ്ഇലാണുള്ളത്, 7 ജുസ്ഇൽ പറയുന്നുണ്ട്. അതിലൊരു ജുസ്ഇന്റെ 300-400 പേജുള്ള ജുസ്ഇന്റെ 3/4 ഭാഗവും ഹജ്ജുമായിട്ടുള്ള ചർച്ചയാണ്. ബന്ധപ്പെട്ട മസ്അലകളാണ്. ഓരോന്നും വിശാലമായിട്ട് നന്നായി അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് വളരെ ചുരുങ്ങി അതിന്റെ അവസാനത്തെ നതീജ മാത്രമേ പറയുന്നുള്ളൂ. رسول الله صلى الله عليه وسلم إلى أن نزل في ذي طوى. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ദൂതുവ എന്നുള്ള പ്രദേശത്തെത്തി. وهي معروفة بآبار الزاهر. ആ സ്ഥലത്തെ അറിയപ്പെടുന്നത് ആവാർ الزاهر എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. فبات بها ليلة الأحد لأربع خلوة بالحجة. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മദീനയിൽ പുറപ്പെട്ടത്? ദുൽഖഅദയിൽ 8 ദിവസം കൂടി ബാക്കിയുള്ള സമയത്താണ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോ മക്കയുടെ അടുത്ത പ്രദേശത്തെത്തി. ഇനി അടുത്തതാണ് മക്കയിലേക്ക് പ്രവേശിച്ചാൽ മതി. അതിനടുത്ത പ്രദേശത്തെത്തിയപ്പോ തിങ്കളാഴ്ച ദിവസമാണ് നബിസ്വലം എത്തിയത്. ആ തിങ്കളാഴ്ച ദിവസം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങി, അവിടെ താമസിച്ചു. അപ്പോഴേക്കും ദുൽഹിജ്ജയിലെ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദുൽഹിജ്ജ 4 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കയിലെത്തുന്നു. അങ്ങനെ ഈ ഒപ്പമുണ്ടായിരുന്ന സഹാബികളൊക്കെ കൂട്ടി അവിടുന്ന് സുബഹി നിസ്കരിക്കുകയുണ്ടായി. പിന്നെ അവിടെ നദിയിൽ കുളിച്ച് ശുദ്ധിയായി മക്കയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പകൽ സമയത്ത്, അഥവാ ഏകദേശം ദുഹയുടെ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രവേശിക്കുന്നത്, മസ്ജിദ് ഹറമിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചിട്ടുള്ളത് ഹറമിന്റെ പ്രദേശത്തിൽ ഏറ്റവും ഉയർച്ച കൂടിയ സ്ഥലത്തിലൂടെയാണ് കഅബയിലേക്ക്, മസ്ജിദ് ഹറമിലേക്ക് വന്നത്. അതിനെ എന്നറിയപ്പെടുന്നതാണ് ഹജൂൽ എന്നുള്ള സ്ഥലം. ഉംറയ്ക്കും മറ്റും പോയ ആളുകൾക്ക് അറിയാം. മുഅല്ലല്ലോ അവിടെ ബഖിയായിട്ടുള്ള മുഅല്ല മറുപടിയുടെ ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ കാണാം. ആ ഭാഗമാണ് പിന്നെ ഹറമിന്റെ പ്രദേശത്തിൽ ഉയർന്ന ഭാഗമായിട്ടുള്ളത്. അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടി വന്നത്? ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ കഅബയിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ചത് ആ ഭാഗത്തിലൂടെയാണ്. അതിന്റെ ബാബ് ഇന്നതിന്റെ ബാബ് പറയുന്നത് ബാബു സലാം എന്ന് പറയും. ബാബു സലാം എന്ന് പറയുന്ന ആ പ്രദേശത്തിലൂടെയാണ് കഅബയുടെ ഭാഗത്തേക്ക് പ്രവേശിച്ചത്. وكان صلى الله عليه وسلم بالعمرة يدخلها من أسفلها. ഇതിന് മുമ്പ് ഉംറയ്ക്ക് വന്ന സമയത്ത് താഴ്വാരത്തുള്ള ഭാഗത്തിലൂടെ പ്രവേശിച്ചത്. പുതായി എന്നൊക്കെ പറയില്ലേ, ആ ഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത്. ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ മറുവയുടെ ഹജൂൻ എന്ന് പറയുന്ന ആ ഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പ്രവേശിക്കുകയാണ്? മസ്ജിദ് ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ദുഹാ സമയത്താണ്, അതായത് തിങ്കളാഴ്ച അവിടെ താമസിച്ചത് ചൊവ്വാഴ്ച ദിവസത്തിലെ ദുഹാ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എവിടെ പ്രവേശിക്കുന്നത്? കഅബയിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത്. وذكر الطبري رحمه الله എന്ന് പിന്നെ ബിലദുൽഹാബിന്റെ ഇൻസ്പയറാണുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് വന്നിട്ടുള്ളത് തൊബറാനി ഉദ്ധരിച്ചതായിട്ടാണ് വന്നിട്ടുള്ളത്. തൊബറാനി എന്നുള്ളത് മാറിപ്പോയി തൊബരി എന്നിട്ട് കൊടുത്തതായിരിക്കാം, തെറ്റിപ്പോയതായിരിക്കാം. ഒരേ രീതിയിലാണുള്ളത് തൊബറാനി എന്നുള്ളത് പറയുന്നത്. തൊബരി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ശരിക്കും വന്നിട്ടുള്ളത് തൊബറാനിയിൽ നിന്നാണ്. أنه دخل بباب بني عبد مناف الذي يسمى باب بني شيبة. അന്ന് അതിലൂടെ പ്രവേശിച്ചത്, അന്ന് അതിന്റെ ബാബിന്റെ പേര് ബാബു അബ്ദി മനാഫ് അല്ലെങ്കിൽ ബാബു ബനി ഷൈബ എന്ന് പറയുന്ന ആ വഴിയിലൂടെയാണ് ഇതിൽ പ്രവേശിച്ചിട്ടുള്ളത്, കഅബയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ആ ബാബിന്റെ ഇന്നത്തെ പേരാണ്, അതൊക്കെ വലുതാക്കിയപ്പോൾ ഇന്നത്തെ പേരാണ് എന്ത്? ബാബു സലാം എന്ന് പറയുന്നത്. അറബയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോ ഉള്ള ഒരു വഴി, ആ വഴിയുടെ പ്രവേശിക്കുമ്പോ സഫയുടെ മറുപടി താഴ്ഭാഗത്തൂടെ നമ്മൾ കഅബയിലേക്ക് കയറുക. കുറെ ആളുകൾക്ക് അറിയാം ആ വഴിയിലൂടെ കയറുക, അതാണ് ബാബു സലാം. ആ ഭാഗത്തൂടെ വന്നിട്ടുള്ളത്. അഹ്മദ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് ബൈത്തിലേക്ക് അഥവാ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. തൊബരി ധരിക്കുന്ന മറ്റൊരു റിവായത്തിൽ കാണാം, ഇതും തൊബറാനിയിൽ മാറിപ്പോയതാണ്. أنه كان إذا نظر إلى البيت قال زد هذا البيت تشريفا وتعظيما وتكريما ومهابة. സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ കണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നതായിട്ട് തൊബറാനിയിൽ ഉദ്ധരിച്ച ഒരു റിവായത്തുണ്ട്. അതിങ്ങനെയാണ്, സിദ് ഹാദൽ ബൈത തശ്രീഫൻ, അല്ലാഹു ഈ ഭവനത്തിന് നീ ശറഫ് വർദ്ധിപ്പിക്കണമേ, ശ്രേഷ്ഠത വർദ്ധിപ്പിക്കണമേ, തഅദീമൻ മഹത്വം, തക്രീമൻ ആദരവ്, വമഹാബത്തൻ അതിന് കൊടുക്കേണ്ട ഗാംഭീര്യം എല്ലാം നീ വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞിരുന്നതായി തൊബറാനി ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തുണ്ട്. അതിന്റെ ശേഷത്തിൽ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, أنه كان عند رؤيته يرفع يديه ويكبر ويقول صلى الله عليه وسلم كعبയെ വന്ന സമയത്ത് കഅബയെ ആദ്യം കാണുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് ഒരു ന്യൂനതയുമില്ലാത്ത സലാം ആയിട്ടുള്ളവൻ, വമിൻകസ്സലാം നിന്നിൽ നിന്നാണ് എല്ലാവരുടെയും രക്ഷയുമുള്ളത്, ഹയ്യിനാ റബ്ബിനാ ബിസ്സലാം, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅലീമൻ വതക്രീമൻ വമഹാബതൻ وزد من حجه او اعتبره تكريما وتشريفا وتعليما برا. ആശയം തന്നെയാണ് ഈ ഭാഗത്തിന്റെ മഹത്വവും എല്ലാം വർദ്ധിപ്പിക്കണം എന്നുള്ളത്. ഇത് മുർസലായ റിവായത്താണ്. അതായത് ഒരു ഹദീസ് വന്നിട്ട് അത് മുർസലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നതിനാണ് എന്ത് പറയുക? മുർസലായത് എന്ന് പറയുക. ഒരു താബിഈ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു താബിഈ പറയാം. താബിഈ എന്തിട്ടാവില്ല? സഹാബിയായി. പക്ഷെ ആ താബിഈ അങ്ങനെ പറയുന്ന ഹദീസുകൾക്കാണ് എന്ത് പറയുക? മുർസലായ ഹദീസ് എന്ന് പറയാറുള്ളത്. അത് ശരിയാവാനും തെറ്റാവാനും സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ധാരാളം മുർസലായ ഹദീസുകൾ ഹസൻ ബസ്രി ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹസൻ ബസ്രി ധരിച്ചിട്ടുണ്ട്. ഹസൻ ബസ്രി ആരും കണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അപ്പൊ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു ഹസൻ ബസ്രിയോട്, ഇതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലെ ധരിക്കട്ടല്ലോ, സഹാബികൾ എന്ന് പറയാതെ എന്താണ് കാരണം ചോദിച്ചു. അപ്പൊ ഹസൻ ബസ്രി പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലി റളിയല്ലാഹു അൻഹു ഞാൻ കേട്ടിട്ടുള്ളതാണ്, അലി റളിയല്ലാഹു അൻഹു കേട്ടിട്ടുള്ളതാണ്. കാരണം അന്നത്തെ ഭരണകൂടം ശേഷം ഭരണമൊക്കെ ആയിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ എന്തായിരുന്നു? രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ അലിയുടെ പേര് പറയാതെ ഞാൻ എന്ത് പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണെന്ന് ഹസൻ ബസ്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസ് എന്തായിരിക്കും? ശരിയായിരിക്കാം. പക്ഷെ ഉസൂലുൽ ഹദീസിന്റെ ഇസ്തിലാഹിൽ സാങ്കേതികമായിട്ടുള്ള ഭാഷയിൽ ഒരു താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഹദീസ് പറഞ്ഞാൽ എന്തായിട്ടാ പരിഗണിക്കുക? മുർസലായിട്ടാണ് പരിഗണിക്കുക. അതിനെ സഹീഹ് എന്നുള്ള നിലക്ക് പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ദുആ ചൊല്ലിയാൽ അതൊരു തെറ്റാണെന്ന് മറ്റും പറയാൻ പറ്റില്ല. ചൊല്ലിയില്ല ഒരു
ഭക്ഷണവും ഇല്ല. അങ്ങനെ ഉള്ള ദുആആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. فلما دخل المسجد النبي صلى الله عليه وسلم مسجد കാര്യങ്ങളും കഅബയെ കാണുന്ന കാര്യങ്ങളും പറഞ്ഞു. فلما دخل المسجد അങ്ങനെ മസ്ജിദ് ഹറമിലേക്ക് പ്രവേശിച്ചാൽ അമദ ഇലൽ ബൈത്ത് കഅബയുടെ നേരെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകാറുള്ളത്. ولم يركع تحية المسجد എന്ത് ചെയ്യാറില്ല? ആ മസ്ജിദ് തഹിയ്യത്ത് നിസ്കരിക്കാറില്ല. അതായത് മസ്ജിദ് ഹറമിൽ ആരെങ്കിലും തവാഫ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്, ഹജ്ജിനാണ് പോകുന്നത്, അല്ലെങ്കിൽ തവാഫ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അവന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. തഹിയ്യത്ത് നിസ്കരിക്കല്ലോ, നേരെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? തവാഫ് ചെയ്യാനാണ്. അതല്ല പിന്നെ മക്കത്തുള്ള ഒരാളാണ്, നിസ്കരിക്കാൻ വേണ്ടി വന്നാണ്, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സാധാരണ മസ്ജിദെ പോലെ തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കാവുന്നു. വേറൊരാൾ മസ്ജിദിൽ പോയി ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ തഹിയ്യത്ത് നിസ്കരിച്ച് മസ്ജിദിൽ ഇരിക്കുക. തഹിയ്യത്തിന്റെ ആ അടിസ്ഥാനത്തിൽ തഹിയ്യത്ത് നിസ്കരിക്കണം. അതല്ല എങ്കിൽ മസ്ജിദുൽ ഹറമിലെ തഹിയ്യത്ത് എന്താണ്? തവാഫാണ്. കഅബയെ 7 തവണ തവാഫ് ചെയ്യുക. വന്നു, വന്നിട്ട് തഹിയ്യത്ത് നിസ്കരിച്ചില്ല, നേരെ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകാറുള്ളത് തവാഫിന് വേണ്ടി. മസ്ജിദുൽ ഹറാമിലെ തഹിയ്യത്ത് പറഞ്ഞാൽ എന്താണ്? അത് തവാഫാണ്. അത് ഉംറയോ ഹജ്ജോ തവാഫോ ലക്ഷ്യം വെച്ച് വരുന്ന ആളുകൾക്കാണ് അങ്ങനെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇസ്തലമഹു വലം യുസാഹിം അലൈഹി, അതിനെ എന്ത് ചെയ്യാറുണ്ട്? അതിനെ ഒന്ന് തൊടാറുണ്ട്. അതിനെ ഒന്ന് തൊടാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുസാഹിം അലൈഹി, അതിനുവേണ്ടി എന്ത് ചെയ്യാറില്ല? തിരക്ക് കൂടാറില്ല. തിരക്ക് കൂടാറില്ല. ആളുകളും കൂടെ ഉണ്ട്. ഇന്ന് ആൾക്കാർക്ക് ചില ആളുകൾ വലിയ അബദ്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ പോയ ആൾക്കാർക്ക് കാണാം, പല ഇസ്ലാമിലായാലും പോലും തിരക്കി മറ്റുള്ളവരെ വേദനിപ്പിച്ചാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാവും, സ്ത്രീകളുടെ ആ കുട്ടിനെ കഴിയപ്പെട്ടിട്ടാവട്ടെ, അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ അതിനെ ചിന്തിക്കാനും സ്പർശിക്കാനും കഴിഞ്ഞ് പോകുന്ന ആളുകളാണ്. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തിരക്കൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അതിനെ പോയിട്ട് അത് തൊടാറുണ്ട് എന്ന് മാത്രം. അതിന്റെ രീതി വരുന്നുണ്ട്, തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മാത്രം. ഒരിക്കലും റുക്നുൽ യമാനിയുടെ ഭാഗത്തേക്കല്ല പോകാറുള്ളത്. അവിടുന്ന് കാണുമ്പോൾ കൈകൾ ഇങ്ങനെ ഉയർത്തുകയും ചെയ്യാറില്ല. ചില ആളുകൾ അവിടെ കാണുമ്പോൾ കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് എന്തെങ്കിലും തക്ബീർ ചെയ്യും. അങ്ങനൊന്നും നിശ്ചയം ചെയ്തിട്ടില്ല. റുക്നുൽ യമാനിയുടെ ഭാഗത്തേക്ക് പോയിട്ടുമില്ല. അതായത് റുക്നുൽ യമാനിയുടെ ഭാഗത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തവാഫ് അറിയുന്ന ആളുകൾക്കറിയാം. തവാഫ് എങ്ങനെയാണ്? ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ ചില ആളുകൾ സൂക്ഷ്മതയായിട്ട് അബ്ദുൽ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഞാൻ തെറ്റിപ്പോയി, അതിന് മുമ്പെന്നായാലോ തവാഫ് ശരിയാവോ ഇല്ലേ എന്നുള്ള വളരെയധികം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അല്ലെങ്കിൽ അതിൽ വസ്വാസ് ബാധിച്ച ആളുകൾ അങ്ങനെ തെറ്റായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? റുക്നുൽ യമാനിയുടെ ഭാഗത്ത് തവാഫ്, അതായത് കുറച്ച് നേരത്തെ തുടങ്ങിയ തവാഫ് എന്തായാലും ചുറ്റുമല്ലോ എന്ന നിലക്ക് റുക്നുൽ യമാനിയുടെ ഭാഗത്തു നിന്നായിട്ട് തവാഫ് ആരംഭിക്കുന്ന രീതി ആയിട്ടുണ്ട്. ചില ആളുകൾ ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോ കൊണ്ടുവന്ന് റമദാനെയും കുറച്ചുകൂടി നേരത്തെ എത്താതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കുറെ മുമ്പ്, കാരണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആ രീതി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. ولم يكن نويت بطواف هذا الاسبوع كذا وكذا, അവിടുന്ന് പറഞ്ഞിട്ടുമില്ല ഞാനിതാ തവാഫിന് വേണ്ടി നിയ്യത്ത് വെക്കുന്നു, ഈ ആഴ്ചയിൽ ഇത്രയായിട്ട് ഞാൻ തവാഫ് ചെയ്യുകയാണ് എന്നുള്ള തവാഫി എന്നുള്ള നിയ്യത്തും വെക്കാറില്ല, പറയാറില്ല. അതുപോലെ തന്നെ മറ്റേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടല്ല ആരംഭിച്ചിരുന്നത്. അത് വന്ന ഉടനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങിയിരുന്നത് എന്ന രീതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഹജറുൽ അസ്വദിന്റെ നേരെ തിരിച്ചുകൊണ്ട് അങ്ങനെയുമല്ല നിൽക്കുന്നത്. അതിന്റെ അടുത്തേക്ക് പോകും, എന്നിട്ട് വലതു ഭാഗം പുറത്തേക്ക് തിരിച്ചിട്ട് ഇടതു ഭാഗം കഅബയായിട്ടാണ് തവാഫ് ആരംഭിക്കാറുള്ളത്. അങ്ങോട്ട് വല്ലാതെ ചേർന്ന് പോയി നിൽക്കാതെ അതിന്റെ നേരെ നിന്നുകൊണ്ട് പിന്നെ വലതു ഭാഗത്തേക്ക് തിരിയും. അതായത് അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് കഅബ ഉണ്ടാവും, ഇടതുഭാഗത്ത് കഅബ ഉണ്ടാവും. അങ്ങനെയാണ് ഹജറുൽ അസ്വദിന്റെ
ആരംഭിക്കാറുണ്ടായിരുന്നത്. ولم يدع عند الباب ولا تحت الميزاب ولم يدع عند الباب കഅബയുടെ കവാടത്തിന്റെ മുന്നിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. ولا تحت الميزاب മീസാബിന്റെ ചോട്ടിലും, മീസാബ് എന്ന് പറഞ്ഞാൽ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ കണ്ടിട്ടുണ്ടാവും. കഅബയുടെ മേലിന് വെള്ളം വീഴാനുള്ള ആ ഒരു ഗോൾഡൻ കളറിൽ കണ്ടിട്ടില്ല, അതിനാ മീസാബ് പറയും. അതിന്റെ താഴെയും പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് വന്നിട്ടില്ല. ولا عند ظهر الكعبة وأركانها അതുപോലെ തന്നെ കഅബയുടെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഓരോ കോണുകളിലായിട്ട് എത്തുന്ന സമയത്തോ ഒന്നും പ്രത്യേകമായിട്ട് ദുആ ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് കഅബയുടെ 4 കോണുകളാ പറയാം. ഒന്ന് ഹജ്ജുൽ ഭാഗം, പിന്നെ അടുത്തത് റുക്നുൽ ഇറാഖി, അടുത്ത റുക്നുൽ ഷാമി, അടുത്ത റുക്നുൽ യമാനി, അങ്ങനെ പറയാം. ഈ കഅബയുടെ കൂടിയിട്ട് യമാനി എന്ന് പറയാറുണ്ട്. അപ്പോ ഈ ഓരോ റുക്നുകളിൽ പോയിട്ട് ചില പ്രത്യേക ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന വേദത്തിന്റെ ആളുകളെ കാണാം. അതിലൊന്നും നിശ്ചയവും ചെയ്തിട്ടില്ല. ولا وقت للطواف ذكرا معينا അതുപോലെ തന്നെ തവാഫിന്റെ സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്ർ നിർണയിച്ചു തന്നിട്ടില്ല. തവാഫിന്റെ ഒന്നാമത്തെ തവാഫിന്റെ ദിക്ർ, രണ്ടാമത്തെ ഇരിക്കുന്നത്, മൂന്നാമത്തെ ഇരിക്കുന്നത്, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ദിക്ർ എന്നുള്ളത് എന്താണ്? ബൈന റുക്നൈനി, റുക്നുൽ യമാനിയുടെയും അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെയും ഇടയിലായിക്കൊണ്ട്, റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലായിക്കൊണ്ട് വ്യത്യാസം പ്രാർത്ഥിക്കാറുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള ഈ ദുആ, അത് മാത്രമാണ് ഖുർആനിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു ദുആ എന്നുള്ളത്. അത് റുക്നുൽ യമാനിയുടെ മുതൽ ഹജറുൽ അസ്വദ് വരെ എത്തുന്ന സമയത്ത് ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു, ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത് മാത്രമാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ورمل صلى الله عليه وسلم في طوافه هذا الثلاثة الأشواط وقارب بين خطاه. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിലേക്ക് സന്ദർഭത്തിൽ തവാഫ് എത്ര എണ്ണമാണ്? 7 എണ്ണം ചെയ്യണം. അപ്പോഴാണ് തവാഫ്. തവാഫ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചെയ്യുന്നതിനല്ല. തവാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ഷൗട്ട് ചെയ്യണം. അപ്പോഴാണ് തവാഫ് പൂർണ്ണമാവുള്ളൂ. അതിൽ തവാഫ് പൂർണ്ണമാവില്ല. അപ്പോ ആ തവാഫിൽ ആദ്യത്തെ 3 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമൽ ചെയ്യാറുണ്ട്. റമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകൾ അടുപ്പിച്ച് വെച്ച് ഒന്ന് വേഗത്തിൽ, ചെറുതായിട്ട് ഓടിയിട്ടുമില്ല, നടത്തം വേഗത്തിലാക്കിയ രീതിയിൽ കാലുകൾ അടുപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 3 റൗണ്ടുകൾ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് സാധിക്കില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധിക്കാറില്ല. പക്ഷെ അങ്ങനെയാണ് വിശ്വാസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവിടുത്തെ മേൽവസ്ത്രം ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മേലെ ഇരുന്ന ഈ വസ്ത്രം വലത് കക്ഷത്തിന്റെ അടി, വലതുകൊണ്ട് കാണിച്ചുകൊണ്ട് വലത് കക്ഷത്തിന്റെ അടിയിലൂടെ എടുത്തിട്ട് ഈ ഇടതുകൊണ്ട് മേലെ ഇടും. അതായത് ഇങ്ങനെ ഇടുന്ന തുണി ഈ ഭാഗം ചെയ്യും, കക്ഷത്തിന്റെ അടിയിലൂടെ എടുത്തിട്ട് ഇടതുഭാഗത്ത് തോളിന്റെ മേലെ കഴിക്കും. വലത് തോള് ഒഴിവായി കാണുന്ന അവസ്ഥയിൽ അത് ഒരു ജിതാവ് മൊത്തം ഒന്നിന്റെ മേലേക്ക് വരും. അവിടുത്തെ മറ്റേ തോളിന്റെ ഭാഗം പ്രകടമായി കാണുന്ന അവസ്ഥയിൽ അങ്ങനെ ഓരോ തവാഫിന്റെയും തവാഫ് എന്ന് പറഞ്ഞല്ലോ, ഓരോ സൗഖ്യത്തിന്റെ സമയത്തും ഹജറുൽ അസ്വദ് എത്തുമ്പോൾ അങ്ങോട്ട് വ്യത്യാസം ചെയ്യാറുണ്ട്, കൈകൊണ്ട് താങ്ങി കാണിക്കാറുണ്ട്. അതല്ല ഇത് അവിടുത്തെ നോക്കുമ്പോൾ വളഞ്ഞ പിടിയുള്ള ഒരു വളഞ്ഞ പിടിയുള്ള ഒരു വടി വിശ്വാസങ്ങളുണ്ടായിരുന്നു. സുത്തി നടക്കാൻ പോയിരിക്കുന്ന പോലത്തെ വടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വടിയുടെ ആറ്റം കൊണ്ട്, ആ വടി അറ്റം കൊണ്ട് ഹജറുൽ അസ്വദിനെ തൊടുകയും ആ തൊട്ടിട്ട് ആ വടിയുടെ ഭാഗത്തെ ചുറ്റിക്കാറുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഹജ്ജിന്റെ അവസാനത്തിലുള്ള തവാഫിൽ, അവസാനത്തെ തവാഫിൽ ചെയ്തത് ഒട്ടകപ്പുറത്തായിരുന്നു. തവാഫ് ചെയ്തത് ഒട്ടകപ്പുറത്തായിരുന്നു. അത് ചെയ്തപ്പോഴാണ് വ്യത്യാസം എന്ത് ചെയ്തത്, ഈ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഹദീസിൽ കാണുന്നത്. അല്ലെങ്കിൽ ഹജറുൽ അസ്വദിനെ പോയിട്ട് ചുംബിക്കണം, അതല്ലെങ്കിൽ തൊട്ടുകൊണ്ട് ചുംബിക്കണം, അതല്ലെങ്കിൽ കൈകൊണ്ട് അടി കാണിക്കണം. തൊട്ടുകൊണ്ട് ചുംബിച്ച് വേറെ രീതിയാണ് വടി അതിൽ വെച്ചുകൊണ്ട് വ്യത്യാസം ചുംബിച്ചിട്ടുണ്ട്. وثبت عنه صلى الله عليه وسلم انه استلم الركن
അൽ-യമാനിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാറുണ്ടായിരുന്നു? തവാഫിന്റെ ഇടയിൽ റുക്നുൽ യമാനി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വെറുതെ തൊടാറുണ്ട്, അതൊന്നും ചെയ്യാറില്ല, അവിടുന്ന് തൊടാറുണ്ട്. അഥവാ ഹജറുൽ അസ്വദിന്റെ നേരെ മുൻപിലുള്ള റുക്നാണ് റുക്നുൽ യമാനി. അതായത് ഒരു കോണ് ഹജറുൽ അസ്വദ് ആണെങ്കിൽ അതിന്റെ അപ്പുറത്തേത് കഴിഞ്ഞ് അടുത്തതാണ് റുക്നുൽ യമാനി. പോയ ആളുകൾക്കറിയാം അവിടെ തുണി കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ടാവും, കാബയുടെ മതിൽ കാണുന്ന ചുമര് കാണുന്ന അവസ്ഥയിൽ അവിടെ ശേഷം തൊടാറുണ്ടായിരുന്നു. ولم يثبت عنه صلى الله عليه وسلم انه قبله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചുംബിച്ചിരുന്നു എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ആളുകൾ മറ്റു ആളുകളൊക്കെ അവരവിടെ ചുംബിച്ച് എന്തൊക്കെയോ ചെയ്യുന്നതാണ്, വളരെ വിഷമം ചെയ്യാൻ പറ്റും. കടയിലൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ ആളുകൾ മുസ്ലിം സമൂഹം ചെയ്യുന്നുണ്ട്, അവര് മഖാം ഇബ്രാഹിമിന്റെ ആ ഗ്ലാസിനെ അവര് ചുംബിച്ച് എന്തൊക്കെയോ ചെയ്യുന്ന കാണാം, കാബയുടെ പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം, അതുപോലെ തന്നെ റുക്നുൽ യമാനി എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം, ഹജറുൽ അസ്വദിനെ എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. വളരെ വിഷമം തോന്നും. കാരണം ഒരിക്കലും പഠിപ്പിച്ചേ യാത്ര ഒരു രീതിയിലാണ് പല കാര്യങ്ങളോട് ചെയ്യാറ്. റുക്നുൽ യമാനിന്റെ നോക്കിയിട്ട് കൈ മുട്ടുകയോ ചെയ്തിട്ടില്ല. وثبت عنه صلى الله عليه وسلم انه قبل الحجر الاسود. സ്ഥിരപ്പെട്ട വന്നിട്ടുള്ള കാര്യത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഹജറുൽ അസ്വദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചിട്ടുണ്ട്. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. സ്ഥിരപ്പെടുത്തുക റുക്നുൽ യമാനിയെ ചുംബിച്ചതോ അല്ലെങ്കിൽ അതുപോലെ അവിടെ തൊട്ടിട്ട് കൈ ചുംബിച്ചതോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. وثبت عنه صلى الله عليه وسلم انه قبل الحجر الاسود. സ്ഥിരപ്പെട്ടു വന്ന എന്താണ്? ഹജറുൽ അസ്വദിനെ ചുംബിച്ചിട്ടുണ്ട്. അറിയപ്പെട്ട ഒരു വാക്ക് നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ പലരും തെറ്റിദ്ധരിച്ചതോ തെറ്റിദ്ധരിക്കപ്പെട്ടതോ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പിന്നെ മുസ്ലിമീങ്ങൾ അവർ ആരാധിക്കുന്നത് ഹജറുൽ അസ്വദിനെയാണ് എന്നുള്ളത്. ഹജറുൽ അസ്വദിനെയാണ് അവർ ആരാധിക്കുന്നത്, അതിനെ കാണാനാണ് അല്ലെങ്കിൽ അതിനുമുമ്പിൽ നിൽക്കാനാണ് ആളുകൾ ഇവിടുന്ന് മക്കയിലേക്കൊക്കെ പോകുന്നതെന്ന് ധാരാളം മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
റസൂലിനെ അതിലായിട്ട് മുസ്ലിങ്ങൾ കണ്ടിട്ടുമില്ല, അങ്ങനെ വിശ്വാസികൾക്കുമില്ല. ഏറ്റവും നല്ല വാക്ക് മുഹമ്മദ് വാക്ക് പറഞ്ഞതാണ്. മുഹമ്മദ് വാക്കും റസൂലിനെ നോക്കി പറഞ്ഞതാണ്, നീ വെറും കല്ലാണ്, വെറും കല്ലാണ്, ഒരു ഉപകാരമോ ഉപദ്രവമോ നിന്നോട് ഉണ്ടാകുന്നില്ല. നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ചുംബിക്കില്ലായിരുന്നു. ചുംബിച്ചു, അത് നമ്മൾ ചെയ്യുന്നു. വിശ്വാസം വിഭജനാണ് അവിടെ ദീനായിട്ട് നമ്മൾ കാണുന്നത്. അത് ചുംബിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദിനെ തൊട്ട് അതിന്റെ മേലെ കൈ വെച്ച് ആ കൈ ചുംബിച്ചിട്ടുണ്ട്. മൂന്നാമതാണ് വടി, വടി ആ ദിവസത്തിന്റെ മേലെ തൊട്ട് ആ വടിയെ ചുംബിച്ചിട്ടുണ്ട്. കൈ ഉയർത്തിയിട്ട് കൈ ചുംബിച്ചിട്ടില്ല, അതിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ വടി കൊണ്ടാണ് തൊട്ടിട്ട് ചുംബിച്ചത്. ഈ മൂന്ന് രീതിയിലാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് വന്നിട്ടുണ്ട്. وذكر الطبراني بإسناد جيد أنه كان يستلم الركن قال بسم الله والله أكبر. النبي صلى الله عليه وسلم قال ആരംഭിക്കുമ്പോൾ സമയത്ത് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. وكلما أتى على الحجر الأسود قال الله أكبر. ആദ്യം അവിടെ കാണുമ്പോൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള പറഞ്ഞിട്ടില്ല. എന്നാൽ തവാഫിന്റെ സമയത്ത് ഒരു തവാഫ് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആരംഭിച്ച് തവാഫ് കഴിഞ്ഞ് ഒരു തവാഫ് എപ്പോഴാണ് ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി തിരിച്ച് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെത്തുമ്പോഴാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ അടുത്ത തവാഫിലേക്ക് കടക്കുമ്പോ ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുമ്പോ അല്ലാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ولم يستدل صلى الله عليه وسلم ولم يمس من الأركان إلا اليمانيين فقط. ഈ ഹജറുൽ അസ്വദിന്റെ റുക്നും അഥവാ കോണും റുക്നുൽ യമാനിയുടെ കോണുമല്ലാതെ റുക്നുൽ ഇറാഖി റുക്നുൽ ശാമി എന്ന് പറയുന്ന മറ്റു രണ്ട് കോണുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊടുകയോ സ്പർശിക്കുകയോ ഉണ്ടായിട്ടില്ല, അങ്ങനെ വിശ്വാസം ചെയ്തിട്ടില്ല. അപ്പോ വിശേഷം ഹജ്ജ് ചെയ്യാവുന്ന കാര്യം പറഞ്ഞത് അത് ഹജ്ജിന് ആ വാക്കിലോ വന്ന് തവാഫ് ചെയ്തു. فلما فرغ صلى الله عليه وسلم من طوافه, അങ്ങനെ തവാഫ് ഏറെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാറുള്ളത് جاء إلى خلق المقام, മഖാം ഇബ്രാഹിമിന്റെ പിൻഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. فقرأها واتخذوا من مقام إبراهيم مصلى. ആ പോകുന്ന സമയത്ത് സൂറത്തുൽ ബഖറയിലെ 125-125 ആയത്ത് واتخذوا من مقام إبراهيم مصلى, മഖാം ഇബ്രാഹിമിന്റെ മുസല്ലയായി സ്വീകരിക്കുക എന്ന ആയത്ത് ഓതാറുണ്ടായിരുന്നു. അതായത് പിന്നെ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കല്ലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് ഉയരത്തിലുള്ള കല്ലുകൾ വെക്കാൻ വേണ്ടിയിട്ട് കേറി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കല്ലാണിത് ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ കല്ലിനെ പിന്നെ ഒരു അടയാളമായി ഇബ്രാഹിം നബിയുടെ കാലിന്റെ അടയാളങ്ങളുള്ളതായതുകൊണ്ട് തന്നെ അത് പതിഞ്ഞ രീതിയിലായതുകൊണ്ട് തന്നെ അതിന് അടയാളമായി കഅബയുടെ ആദ്യകാലത്ത് കഅബയോട് ചേർന്നിട്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഹജ്ജ് ഉംറയെല്ലാം നിർവഹിക്കുന്ന സമയത്ത് തവാഫ് കഴിഞ്ഞ ആളുകൾ അതിന് പിന്നിൽ നിസ്കരിക്കാൻ കൂടി നിൽക്കുമ്പോൾ എന്തായി, തവാഫ് ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഉംറ റളിയല്ലാഹുവിന്റെ കാലത്ത് അതെടുത്തിട്ട് തവാഫിന്റെ സ്ഥലം കൂടി കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്നതിലേക്ക് ഇന്നുള്ള സ്ഥലമുണ്ടല്ലോ ദോറിന്റെ ഭാഗത്ത് കുറച്ച് പുറത്തേക്ക് കാണാം, അവിടെ വെച്ചു. അതിനൊരു കല്ലായിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ മലിക് സൗദ് പിന്നെ ഭരണത്തിലെത്തിയ സമയത്ത് എന്ത് ചെയ്തു, അതിനെ ഒന്നുകൂടി മാറ്റി കുറച്ചുകൂടി പുറത്തേക്ക് മാറ്റി വെക്കാൻ, തവാഫിന്റെ സ്ഥലം കൂടുതൽ കൂട്ടാൻ എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും അന്ന് കാലത്തെ പണ്ഡിതന്മാർ തടഞ്ഞുകൊണ്ടോ മറ്റോ അങ്ങനെ ചെയ്തില്ല. പകരം ഗ്ലാസിന്റെ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ ഗ്ലാസ് കൊണ്ട് അതിനെ മൂടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ നിൽക്കാണ് ഇന്ന് കാണുന്ന പോലത്തെ രൂപത്തിലേക്ക് അത് മാറിയത്. അത് വലിയ കാര്യമൊന്നുമില്ല, ഇതിനകത്തുള്ള കാൽപ്പാടുള്ള കല്ല് മാത്രമേ എഴുതുന്നപ്പോ, പക്ഷെ അതിനൊരു ആളുകൾ അങ്ങനെ കണ്ടാൽ മതി എന്ന നിലയ്ക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ പോയിട്ട് അതിന്റെ പിന്നിലേക്ക് പോകാറുണ്ട്. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് അതിനുവേണ്ടി പോകാറുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലായിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. കഅബയുടെയും നടുവിൽ ഈ മഖാം ഇബ്രാഹിം വരുന്ന അവസ്ഥയിൽ ഈ മഖാം ഇബ്രാഹിമിന്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കഅബയുടെ പ്രദേശം മൊത്തം മഖാം ഇബ്രാഹിമാണല്ല. കാരണം എല്ലാ ഭാഗത്തും ഇബ്രാഹിം നിന്നിട്ടാണ് കഅബ പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെ നിസ്കരിച്ചാലും ശരിയാകും എന്നുള്ളത് അഭിപ്രായമുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ ആയിക്കൊണ്ട് നിസ്കരിക്കാൻ
കൂടുതൽ ശ്രദ്ധിക്കാൻ വ്യത്യാസമായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരക്കും മറ്റാണെങ്കിൽ അവിടെ ഏത് ഭാഗത്ത് നിന്ന് രണ്ടാക്കായിട്ട് നിസ്കരിച്ചാലും മതി. വ്യത്യാസം നിസ്കരിച്ചു. അവിടുത്തെ നമസ്കാരത്തിൽ ഇഖ്ലാസിന്റെ 2 സൂറത്തുകളാണ് പാരായണം ചെയ്തിട്ടുള്ളത്. സൂറത്തൈ അൽ ഇഖ്ലാസ് എന്നാണ് ടൈം ഉപയോഗിച്ചിട്ടുള്ളത്. എന്താ സൂറത്തൈ അൽ ഇഖ്ലാസ് എന്നുള്ളത്? കുറുബ പറഞ്ഞിട്ടുണ്ട്. ഈ മഹാനിൽ തന്നെ നിസ്കാരത്തിന്റെ വിഷയം പറയുന്നിടത്ത് സൂറത്തുൽ കാഫിറിന്റെയും സൂറത്തുൽ ഇഖ്ലാസിന്റെയും അതിൽ അറിയിക്കുന്ന തൗഹീദിന്റെ ആശയങ്ങളെ പറ്റി ഇബ്നു ഖയ്യിം പറഞ്ഞ മഹത്തായിട്ടുള്ള ഒരു വാചകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 സൂറത്തുകൾക്കും സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ പറയാറുണ്ട്. സൂറത്തുൽ കാഫിറിന്റെ എന്ന് പറയാറുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് പറയാം. കാരണം എന്താ? തൗഹീദിന്റെ 2 ഭാഗങ്ങളാണ് ചർച്ച. സൂറത്തുൽ കാഫിറിൽ തൗഹീദുൽ അമലിയാണെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസിൽ തൗഹീദുൽ ഇൽമി. ഒരു പരിചയിച്ച വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറിന്റെ തൗഹീദുൽ ഉലൂഹിയ്യ, സൂറത്തുൽ ഇഖ്ലാസിൽ തൗഹീദുൽ റുബൂബിയ്യ. ഇൽമിന്റെയും അമലിന്റെയും വശങ്ങൾ അതാണ് ഈ ചർച്ച. അതുകൊണ്ടാണ് 2 സൂറത്തിനെയും സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയാനുള്ള കാരണം. ആ 2 സൂറത്തുകളാണ് പഠിപ്പ് പാരായണം ചെയ്യാറുള്ളത്. وقراءته الآية بيان منه المراد من كان الله تعالى بفعله. ആയത്തുകൾ പാരായണം ചെയ്യുന്നത് അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയും അതിൽ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നത് അവിടുത്തെ കർമ്മം കൊണ്ടുമാണ് അത് പൂർത്തീകരിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ തവാഫ് കഴിഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? പിന്നെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലായി 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ബാക്കിയുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാതൃകകളും ചെയ്തിരുന്ന രീതിയും അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളുമെല്ലാം വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ ജീവിതവും ചരിത്രവും അതുപോലെ സുന്നത്തുമെല്ലാം കൂടുതൽ അറിയാനും പഠിക്കാനും അതുപോലെ ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകി.